യൂറോപ്യൻ യൂണിയനിൽ 27 കൺട്രീസ് ആണുള്ളത്. അവരുടെ ചീഫിന്റെ പേര് ഉർസുല വോണ്ടർ ലൈൻ എന്നാണ്. ട്രംപ് സ്കോട്ട്ലൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. ലാസ്റ്റ് സൺഡേ ഉർസുല വോണ്ടർ ലൈൻ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ട്രംപിന്റെ സ്കോട്ട്ലൻഡിലെ ടേൺബറി ഗോൾഫ് റിസോർട്ടിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. അവരുടെ ഡിസ്കഷന് ശേഷമുള്ള ട്രേഡ് ഡീൽ ഇപ്രകാരമാണ്. US നേരത്തെ ഇമ്പോസ് ചെയ്യും എന്ന് പറഞ്ഞ് ത്രട്ടൻ ചെയ്തിരുന്ന ടാരിഫ് 30% ആയിരുന്നു. അത് 15% ആയി കുറച്ചിട്ടുണ്ട്. 040 ക്ലോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 040 ടാരിഫ് എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും സീറോ ടാരിഫിൽ ട്രേഡ് നടത്തും, മ്യൂച്വലി എഗ്രീഡ് ആയിട്ടുള്ള ചില സെക്ടേഴ്സിൽ. ആ കാറ്റഗറിയിൽ പെടുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ എയർക്രാഫ്റ്റ് ആൻഡ് കമ്പോണൻസ്, കെമിക്കൽസ്, സെമി കണ്ടക്ടേഴ്സ്, ജനറിക് മെഡിസിൻസ്, ക്രിട്ടിക്കൽ റോ മെറ്റീരിയൽസ്, പിന്നെ ചില അഗ്രികൾച്ചറൽ ഗുഡ്സ്. യൂറോപ്യൻ യൂണിയൻ $750 ബില്യൺ വർത്തായിട്ടുള്ള US എനർജി ട്രംപിന്റെ ടേമിൽ പർച്ചേസ് ചെയ്യും. $600 ബില്യൺ US ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ മിലിറ്ററി എക്യുപ്മെന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടാരിഫ് വെച്ചുള്ള ഒരു തരത്തിലുമുള്ള തിരിച്ചടികൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. US ഇമ്പോർട്ട്സിൽ ഉള്ള ഡ്യൂട്ടീസ് കുറയ്ക്കും. യൂറോപ്യൻ ക്രിറ്റിക്സ് ഇതൊരു നല്ല ഡീലായിട്ട് കാണുന്നില്ല. എന്നാൽ ഒരു പക്ഷം പറയുന്നത് ഒരു വലിയ ട്രേഡ് വാർ ഒഴിവാക്കപ്പെട്ടു എന്നാണ്.